പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുക ജീവനെക്കുറിച്ചുള്ള വിശ്വാസം ഒരുവന് എങ്ങനെ നേടാമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ കവാടം എന്ന ഈ പരമ്പരയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു, ബോധ്യപ്പെട്ടെങ്കിൽ പോലും അതൊരു വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ മാത്രമേ അതിനോട് ആഭിമുഖ്യം പുലർത്താൻ ഒരുവന് സാധ്യമാകൂ. പ്രിയ സഹോദരീ, നമ്മൾ വിശ്വാസികളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ് എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല, അത് പൂർണ്ണതയിലേക്ക് സാത്താൻ എത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഒരു ക്രിസ്തു വിശ്വാസി എന്തൊക്കെ വിശ്വസിക്കണം, എന്താണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ, എങ്ങനെയൊക്കെ എന്ന് സഭ നമുക്ക് വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ തരുമ്പോൾ ഇവയ്ക്കൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നില്ല. കൊടുത്താൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ പതിയാൻ സാധിക്കുന്നില്ല. പ്രിയ സഹോദരീ, ഞാനൊരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരു ബൈബിൾ കൺവെൻഷൻ, ഒരു 10,000 പേര് പങ്കെടുത്തൊരു ബൈബിൾ കൺവെൻഷനിൽ ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസമാണ്. ആ ദിവസം ഞാൻ ചോദിച്ചു, യേശുവിൻ്റെ 2ാം വരവ്, അന്തിമവിധി, പരലോക ജീവിതം ഇവയിൽ വിശ്വസിക്കുന്നവർ കരമുയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ 10,000 പേരിൽ വെറും 500 പേരാണ് കരമുയർത്തിയത്. എന്തൊക്കെയാണ് ചോദിച്ചത്? ഈശോയുടെ 2ാം വരവ്, അന്തിമവിധി, പരലോക ജീവിതം ഇവയിൽ വിശ്വസിക്കുന്നവർ കരമുയർത്താൻ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞു, എന്നാൽ പിന്നെ വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കരമുയർത്താൻ പറഞ്ഞു. അവിടെ നിന്ന് എല്ലാവരും, കുറച്ച് വിജാതിയിലുണ്ട്, അവരോട് എല്ലാവരും കരമുയർത്തി. ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അവർ ചൊല്ലി വന്നപ്പോൾ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർത്ത് ഇപ്പോഴെന്താ പറഞ്ഞ്? അത് ഞങ്ങൾ ചുമ്മാ പറഞ്ഞു പോയതാ, അതങ്ങനെ പറഞ്ഞു പോയതാ, ഞങ്ങളെ ആരാണ്ടൊക്കെ പഠിപ്പിച്ചു, അത് ഞാൻ കാണാപ്പാടം പഠിച്ചു അങ്ങ് പറഞ്ഞു പോയതാ. പ്രിയ സഹോദരീ, ഇന്ന് നമുക്ക് നമ്മുടെ സഭയിൽ ഒരുപാട് വിശ്വാസികൾ ഇതാ ഈ നാമമാത്ര വിശ്വാസികളായി. എന്തൊക്കെ നീ വിശ്വസിക്കണം, എന്താണ് നിൻ്റെ വിശ്വാസം, എന്താണ് നീ ഇത് വിശ്വസിക്കുന്നുള്ള നേട്ടം, ഈ തിരിച്ചറിവില്ലാതെ ഇങ്ങനെ വിശ്വാസ പ്രമാണം കാണാപ്പാടം ചൊല്ലിത്തീർക്കുന്ന ABCDEFGHIJKLMN ഇതാ രീതി. ഈ രീതിയിൽ ഒരുപാട് നാമമാത്ര വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഈ കാലവേളയിൽ ഇതാ സഭ കഴിഞ്ഞ വർഷം വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തിയും പ്രസക്തിയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു കാലഘട്ടമാണ്. എൻ്റെ ജീവിതത്തിൽ വിശ്വാസ പ്രമാണം എന്നെ വളരെയധികം സ്വാധീനിച്ച ആ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് വിടുതൽ, ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ച ഒരു അത്ഭുത പ്രാർത്ഥനയായിട്ടാണ് ഞാൻ ഈ വിശ്വാസ പ്രമാണത്തെ കാണുക. യേശു പ്രിയ സഹോദരീ, ഈ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന പുസ്തകം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ വായിച്ചു. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകാം. 50 പേജുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഈ വിശ്വാസവർഷം പ്രഖ്യാപിച്ചപ്പോൾ സഭാ മക്കൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്. പ്രിയ സഹോദരീ, ഇന്ന് സയൻസ് ഒരുപാട് വളർന്നു, ഒരുപാട് ലോകം വളർന്നു. പക്ഷേ ഇന്ന് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം എന്ന മനുഷ്യൻ പുറകോട്ട് പോകുന്നു. യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഉണ്ടോ ദേവാലയം അടയ്ക്കപ്പെടുകയാണ്. ഞാൻ പല പള്ളികളിലൂടെ പോയി, കുറച്ച് വൃദ്ധന്മാരും കുറച്ച് പിള്ളേരും കളിക്കാൻ വരുന്ന സ്ഥലമായി ദേവാലയം അധപ്പതിക്കുക. ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ വിളവുകളേറെ, വേലക്കാരെ ചുരുക്കം, പക്ഷേ നമ്മുടെ വേലത്തരങ്ങൾ ഒന്നും യേശുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പോപ്പ് വിശ്വാസവർഷം പ്രഖ്യാപിച്ചെങ്കിൽ ആത്മരക്ഷയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ ഇതാ ഈ ലോകത്തിൻ്റെ ബുദ്ധിയിൽ, ഈ ലോകത്തിൻ്റെ യുക്തിയിൽ അവനിങ്ങനെ മരിച്ച് നശിച്ച് നരകത്തിൽ പോകുന്ന കാലവേളയിൽ വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്തൊക്കെ വിശ്വസിക്കണമെന്ന് അതാ വിശ്വാസ പ്രമാണത്തിലൂടെ വീണ്ടും 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 ആവർത്തിച്ച് പറയുക. ഒരു ക്രിസ്ത്യാനിയോട്, ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തി ചോദിക്കുക, എന്താ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തത്വസംഹിതയുണ്ട്, എല്ലാ പാർട്ടിക്കും അവരുടേതായ ചിന്തകളുണ്ട്, തത്വസംഹിതയുണ്ട്. ഒരു ക്രിസ്ത്യാനി നീ എന്താണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കും? ഒരു ബൈബിൾ എടുത്ത് കൊടുത്ത് ഇതെങ്കിൽ വിശ്വസിച്ചോളാൻ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുക? പ്രിയ സഹോദരീ, നമ്മുടെ ബൈബിളിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് വിശ്വാസ പ്രമാണം. നമ്മുടെ ബൈബിളിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസ പ്രമാണം. ഒരു വ്യക്തി എന്തൊക്കെ വിശ്വസിക്കണമെന്ന് വളരെ ഭംഗിയായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരീ, ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ 17 കൂട്ടം കാര്യങ്ങളാണ് ഒരു വ്യക്തി വിശ്വസിക്കുന്നു വീണ്ടും വീണ്ടും ഏറ്റു പറയുക. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ജോർജ് പനക്ലച്ചൻ അച്ഛൻ്റെ ക്ലാസ്സുകളിൽ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസ പ്രമാണം അറിയാവുന്ന ഒരു വ്യക്തി അല്ല വിശ്വാസി. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? വിശ്വാസ പ്രമാണം കാണാപ്പാടം ഏറ്റുചൊല്ലുന്നൊരു വ്യക്തി അല്ല വിശ്വാസി. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ആ ഓരോ കാര്യങ്ങളും ബോധപൂർവം വിശ്വസിച്ച് അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് അതിനോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, യേശുവോട് ചേർന്ന് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിന് അനുയോജ്യമായ ഒരു ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസി. അവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. അവൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, നിത്യജീവനാണ്. ഈ നിത്യജീവൻ്റെ കവാടത്തിൽ പ്രിയ സഹോദരീ, നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെങ്കിൽ നീ നിൻ്റെ ദൈവം തന്ന വിശ്വാസ പ്രമാണങ്ങൾ, സഭ നൽകുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഇത് നിനക്കെല്ലാം കാണാപ്പാടം അറിയാമായിരിക്കാം, പക്ഷേ നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയുടെ 2ാം വരവ്,
ബൈബിളിൽ 67 പ്രാവശ്യം വീണ്ടും വീണ്ടും പറയുന്നു, ഈശോ നിന്നെ വിധിപ്പാൻ വീണ്ടും വരും. യേശുവിൻ്റെ പ്രത്യാഗമനം, രണ്ടാം വരവ്, അന്തിമവിധി ഇതെല്ലാം സൂചിപ്പിക്കുന്നെങ്കിൽ അങ്ങോട്ടൊന്നും വിശ്വാസം ചെല്ലുന്നില്ല. നീ ഇതാ ഈ ലോകത്തിൻ്റെ ചില ആവശ്യങ്ങൾ, ചില പെണ്ണിനെ കെട്ടിക്കണം, വീട് വെക്കണം, രോഗശാന്തി കിട്ടണം, അതിനപ്പുറത്ത് ഒരു ആത്മീയനാകാൻ നീ സമ്മതിക്കുന്നില്ല. നീ ആത്മീയനാകാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചെങ്കിൽ ആ ആത്മരക്ഷ നിനക്ക് കാര്യമല്ല, നിനക്കത് പ്രശ്നമല്ല. അത് അന്നേരത്തെ കാര്യം അന്നേരം നോക്കാം. സാധ്യമല്ല. വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പരസ്നേഹത്തെ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന് യേശു തമ്പുരാൻ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഈ വിശ്വാസന വാതിൽ എന്ന പുസ്തകം ഞാൻ വളരെ ഭംഗിയായി 2-3 ആവർത്തി വായിച്ചു. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്തെക്കുറിച്ചും അവിശ്വാസത്തെക്കുറിച്ചും നീ പഠിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ പോലെ, പ്രിയ സഹോദര, നിന്റെ സെലക്ഷൻ, നിന്റെ തിരഞ്ഞെടുപ്പ് അത് ബുദ്ധിപൂർവമാണോ, യുക്തിപൂർവമാണോ? നിന്റെ വിശ്വാസം യുക്തിയുള്ളതാണോ? നീ ഒരു ആത്മീയനെങ്കിൽ നിന്റെ ആത്മീയതയ്ക്ക്, നിത്യജീവന് ഏറ്റവും അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പ് നീ നടത്തണമെങ്കിൽ നീ ഒരു ദൈവവിശ്വാസിയാകുക മാത്രം പോരാ. അന്ധവിശ്വാസം, നിരീശ്വരവാദം എല്ലാം കുടികൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ, മറ്റ് പല വിശ്വാസങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നീ എല്ലാ വിശ്വാസങ്ങളെപ്പറ്റിയും ബോധപൂർവ്വം പഠിക്കണം, നല്ലവണ്ണം പഠിക്കണം, നല്ല അർത്ഥത്തിൽ പഠിക്കണം. അതിനുശേഷം വേണം നിന്റെ വിശ്വാസത്തിൻ്റെ മെച്ചം, നിന്റെ വിശ്വാസത്തിൻ്റെ നേട്ടം ബോധ്യപ്പെട്ടുകൊണ്ട് ആ വിശ്വാസം നീ ഉറയ്ക്കാൻ. പരിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവവിശ്വാസത്തെപ്പറ്റി പഠിക്കുന്ന വ്യക്തി അന്ധവിശ്വാസം എന്തെന്നറിയണം, നിരീശ്വരവാദം എന്നറിയണം, മറ്റ് വിശ്വാസങ്ങളെപ്പറ്റി നീ പഠിക്കണം. നിന്റെ തെരഞ്ഞെടുപ്പ് നീ ബോധപൂർവം ആണോ അല്ലയോ നീ പരിശോധിക്കണം. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നീ വിശ്വസിക്കേണ്ട. നീ വിശ്വാസി എന്ന് നീ ബോധ്യപ്പെടുന്നെങ്കിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നുള്ള ബോധ്യത്തിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗ്ഗം നീ ലക്ഷ്യമാക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ ഇടപെടുക, നിന്റെ ജീവിതം ധന്യമാകുക, മരണാനന്തരം നിനക്ക് സ്വർഗ്ഗത്തിൽ ജീവിതം സ്വപ്നം കാണാൻ സാധിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയ സഹോദരാ സഹോദരി, പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു വിവാദ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. എന്താ ആ സ്റ്റേറ്റ്മെൻറ്റ്? യേശു ക്രിസ്ത്യാനിയല്ല. യേശു ക്രിസ്ത്യാനിയല്ല. എന്താ അതിൻ്റെ അർത്ഥം? ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്ത്യാനിയല്ലെന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരാ സഹോദരി, ഇന്ന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത് ക്രിസ്തു മതത്തിന് വേണ്ടിയായിരിക്കാം. അത് തെറ്റ്, തെറ്റ്, തെറ്റ്. യേശു ഒരു മതവും സ്ഥാപനമല്ല. യേശുവിനെ മതം സ്ഥാപിക്കാനല്ല ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ചെയ്യാനാണ്. അത് യേശു ചെയ്തു കഴിഞ്ഞു. അത് കുറച്ച് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. യേശു ഇവിടെ വരുമ്പോൾ ഇവിടെ ഔസേപ്പച്ചനില്ല, പള്ളിയില്ല, പള്ളിക്കൂടമില്ല, പരിശുദ്ധ പോപ്പില്ല. യേശു, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, യേശു ഒരു മതസ്ഥാപകൻ എന്ന ലേബലിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതാ ആൾക്കാർ മുഴുവൻ അകലുകയാണ്. ആർക്കും താല്പര്യമില്ല. കാരണം എന്താ? മതത്തിൽ ആളെ ചേർക്കാനാണ് നിന്റെ പ്രവർത്തനം എന്ന് അവർ ചിന്തിക്കുക. ഞാനൊരു ഹൈന്ദവ സഹോദരനോട് സംസാരിച്ചു, എന്താണ് ഞങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, എന്താ യേശുവിനെ പറ്റിയ അഭിപ്രായം? അയാൾ പറയുകയാണ്, അന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞ അതേ അഭിപ്രായം, ഞങ്ങൾ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു, ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. അതാ മഹാത്മാഗാന്ധി ബഹുമാനിക്കുന്നു, സ്വാമി വിവേകാനന്ദ ബഹുമാനിക്കുന്നു. അങ്ങനെ നിരവധി ഹൈന്ദവ ആചാര്യന്മാർ യേശുവിനെ ബഹുമാനിക്കുമ്പോൾ അവരെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞൊരു വാക്കിതാണ്, ഞാൻ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു. എന്താ കാരണം? വാർ നടത്തുന്ന, ചാരാശ നടത്തുന്ന ചില പ്രസ്ഥാനങ്ങളെ പറയും നെട്ടോട്ട് പോടുന്ന യേശുവിൻ്റെ സ്നേഹം ഒരു കടുക് ഇട പോലും എൻ്റെ ഉള്ളിലില്ലാത്ത, പാപികളോട് കരുണയില്ലാത്ത, രോഗികളോട് കരുണയില്ലാത്ത, യേശു സ്വഭാവമില്ലാത്ത, യേശു സാക്ഷ്യമില്ലാത്ത ഞാനും നിങ്ങളെയും ഇതാ മറ്റ് മതസ്ഥർ, മറ്റ് വിശ്വാസികൾ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ക്രിസ്ത്യാനി ചിന്തിക്കണം. നിന്റെ സംസാരം, നിന്റെ പ്രവൃത്തി, ഇതൊക്കെ നമ്മൾ യേശുവിന് വേണ്ടിയിട്ട്, യേശുവിൽ കേന്ദ്രീകരിച്ചിട്ടാണോ എന്ന് ചിന്തിക്കണം. ആ ഹൈന്ദവ സഹോദരനോട് വീണ്ടും പറയുക, ഞാൻ ഇന്നലെ ഒരു സുവിശേഷകനെ കണ്ടു. ആ സുവിശേഷൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് 2 മാസം അരിയാഹാരം മേടിക്കാനുള്ള പണത്തിലുള്ള ചെരുപ്പാണ്. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ യേശുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ അവൻ്റെ സംസാരം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ ജീവിതശൈലി, അവൻ്റെ ഭക്ഷണം പോലും യേശുവിൽ കേന്ദ്രീകൃതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് യോജിച്ചതായിരിക്കണം. വചനം പറയുന്നില്ലേ, നിന്റെ ഭക്ഷണം അന്യന് ഇടർച്ച നൽകുന്നെങ്കിൽ അത് തെറ്റാ. നിന്റെ ഭക്ഷണം, ഈ ഭൂമിയിലെ ധാരാളം മക്കൾ വീടില്ല, ധാരാളം മക്കൾക്ക് വാഹനമില്ല, ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, അവർ പലതും കഷ്ടപ്പെടുമ്പോൾ പ്രിയ സഹോദരാ സഹോദരി, അവരോട് മനസ്സലിവില്ലാതെ നീ നിന്റെ കാര്യം മാത്രം നോക്കി നീ ക്രിസ്തു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? ഇത് മദർ തെരേസ അതാ നിശബ്ദമായിട്ട് സുവിശേഷം പ്രസംഗിച്ചില്ലേ? എന്താ കാര്യം? അവരുടെ വസ്ത്രധാരണം, അവരുടെ ജീവിതശൈലി, അവരുടെ ഭക്ഷണം എല്ലാം ജനം ശ്രദ്ധിച്ചു, സാധുക്കളുള്ള കരുണ ശ്രദ്ധിച്ചു. അവർ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് മറ്റ് മതസ്ഥർ, ഭാരതത്തിലുള്ള ഈ ലോകത്തുള്ള സകലരും അവരെ ബഹുമാനിച്ചില്ലേ? പ്രിയ സഹോദരാ സഹോദരി, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസം അത് പ്രവർത്തനരഹിതമാണോ അതോ പ്രവർത്തന നിരതമാണോ? അതാ ഗലാത്യ 5:6
ഈ സുവിശേഷ വർഷത്തിൽ, ഈ വിശ്വാസ വർഷത്തിൽ ലോകത്തുള്ള ദേവാലയങ്ങളിൽ മുഴുവൻ കെട്ടിത്തൂക്കിയിട്ട ഫ്ലക്സാ ഗലാത്യ 5:6 പ്രവർത്തനനിരതമായ വിശ്വാസം. എന്താ ഇതിൻ്റെ അർത്ഥം? ആർക്കറിയാം? ആർക്കറിയാം? ഇതൊന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിച്ചോ എനിക്ക് നിനക്കും? പ്രിയ സഹോദര സഹോദരി, അത് മദർ തെരേസയുടെ ജീവിതത്തിലൂടെ മദർ തെരേസ കാണിച്ചു കൊടുത്തു. യേശു സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ പരസ്നേഹം. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അത് വ്യർത്ഥമാ, അത് നാശമാ, അത് നിത്യരക്ഷയിലേക്കുള്ളതല്ല, അത് സ്വർഗത്തിലേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാ ഈശോ വീണ്ടും പറയുന്നില്ലേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 38, 40, 42 വാക്യങ്ങൾ മുഴുവൻ പറയുക. അന്തിമവിധിയിൽ ഫൈനൽ എക്സാമിന് ദൈവം ചോദിക്കാമാണ് ചോദ്യം, യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യം. അതെന്താ ചോദ്യം? നീ എത്ര പ്രാർത്ഥിച്ചു, എത്ര കരമുയർത്തി സ്തുതിച്ചെന്നല്ല, അത് വേണ്ടെന്നല്ല. ആ യേശുവിന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാന ശക്തി സ്വീകരിച്ചുകൊണ്ട്, നീ ഈ ചെറിയവരിൽ ഒരുവന് നൽകിയപ്പോൾ എനിക്ക് തന്നെയാണ് നൽകിയത്. നീ എനിക്ക് ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു, വിശന്നപ്പോൾ ഭക്ഷണം തന്നു, നീ എനിക്ക് വസ്ത്രം തന്നു, ഞാൻ പരദേശിയായി നീ എന്നെ വന്ന് സന്ദർശിച്ചു. അതിനാൽ നിനക്കതാ നിത്യസൗഭാഗ്യം, നിത്യജീവൻ, സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളിതാ അവൻ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, പക്ഷേ ഒരു 5 പൈസ പാവപ്പെട്ട് കൊടുക്കാൻ തയ്യാറില്ല. സാധുക്കളുമായി സ്വത്ത് പങ്കുവെക്കാൻ തയ്യാറല്ല. ഒരിറ്റ് കരുണ, ഒരിറ്റ് സ്നേഹം, ഒരു നല്ല വാക്ക് പോലും പറയാൻ തയ്യാറില്ല. സ്വാർത്ഥത കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനി ഇതാ നശിക്കുക. പ്രിയ സഹോദര, അത് ക്രൈസ്തവ ജീവിത ശൈലിയല്ല, ക്രിസ്തീയതയല്ല. അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നീ വിശുദ്ധ ബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, സുവിശേഷത്തിൽ ശക്തി സ്വീകരിച്ചുകൊണ്ട്, നിന്റെ സ്നേഹം, നിന്റെ കരുണ, നിന്റെ സമ്പത്ത്, നിന്റെ സമയം, നിന്റെ കഴിവുകൾ ഈ ലോകത്ത് കഷ്ടപ്പെടുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ, നിന്റെ ലക്ഷ്യം സ്വർഗമല്ലെങ്കിൽ, നിന്റെ ലക്ഷ്യം പണമെങ്കിൽ, നീ ഒരു വിശ്വാസിയല്ല. പേരെങ്ങനെ വിളിച്ചാലും, എന്ത് പേരിട്ട് നിന്നെ അഭിസംബോധന ചെയ്താലും നിന്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണത്തെപ്പറ്റി വീണ്ടും അടിസ്ഥാനപരമായി അതാ പരിശുദ്ധ പോപ്പ് പറയുകയാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കൂദാശകളുടെ മധ്യേ മാത്രം വിശ്വാസ പ്രമാണം ഏറ്റിയില്ലേ പോരാ. കൂദാശ മധ്യേ മാത്രം വിശ്വാസ പ്രമാണം ഏറ്റിയില്ലേ പോരാ. നിങ്ങൾ എവിടെ ഒരുമിച്ച് കൂടിയാലും വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വിശ്വാസം ഏറ്റ് പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ഏറ്റിയിടണം. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ഏറ്റിയിടണം. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പോലും വിശ്വാസ പ്രമാണം ധ്യാനിക്കണം. വിശ്വാസ പ്രമാണം ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ആ 17 കൂട്ടം കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി എന്തൊക്കെ വിശ്വസിക്കണം, അതിനകത്ത് യേശുവിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത്, യേശുവിൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ചേർത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതാ അവൻ്റെ വിശ്വാസം മുഴുവൻ ക്രോഡീകരിച്ച് അവൻ എന്തൊക്കെ വിശ്വസിക്കണമെന്ന് സഭ നമ്മളെ വിശ്വാസ പ്രമാണത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ഇതിനോട് യാതൊരു ആഭിമുഖ്യമില്ലാതെ ഇതാ കാണാപ്പാഠം പഠിച്ച് ചെല്ലുന്ന കുറച്ച് മക്കളെ മനുഷ്യരെ സൃഷ്ടിക്കുകയാണോ നീ വേദപാഠം പഠിപ്പിക്കുന്ന വഴി? ഞാനൊന്ന് പറയട്ടെ, ഞാൻ കേരളത്തിന് വെളിയിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ഇതാ വിശ്വാസ പ്രമാണം അറിയാവുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഒരിക്കൽ ഇന്ത്യക്ക് വെളിയിൽ മറ്റൊരു രാജ്യത്ത് ഈ വിശ്വാസ പ്രമാണത്തെപ്പറ്റി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഹെഡ് മാസ്റ്റർ കരയുക, ഞാൻ വിശ്വാസ പരിശീലനം നടത്തുന്ന ആളാണ്, പക്ഷെ എനിക്കിതൊന്നും വിശ്വാസമില്ലല്ലോ. ഇതാണ് നമ്മുടെ അപകടം. ദൈവം എന്തിനായിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചുവെന്ന്, യേശു എന്തിനു വേണ്ടി പ്രസംഗിച്ചുവെന്ന്, യേശു എന്തിനു വേണ്ടി കുരിശിൽ ഇതുപോലെ പടഞ്ഞ് മരിച്ചെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിന് അബദ്ധം പറ്റിയതല്ല, അപകടം പറ്റിയതല്ല. യേശു ക്രിസ്തു ബോധപൂർവ്വം കുരിശിൽ പടഞ്ഞ് മരിച്ചത് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിന്നൊരു വിശുദ്ധനാക്കാനാണ്. നീ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഈ കൊച്ചുമക്കൾക്ക് വേദപാഠം കൊടുക്കുമ്പോൾ നീ ഒരു വിശുദ്ധനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വിശുദ്ധയുടെ ജീവിതത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദര, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവത്തോട്. പ്രിയ സഹോദര സഹോദരി, CCC എന്നൊന്ന് ബോധ്യപ്പെടാൻ, സഭ എന്ന് പഠിപ്പിക്കുന്ന ബോധ്യപ്പെടാൻ, അതിന് പ്രാധാന്യം കൊടുക്കാൻ, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ, വിശുദ്ധരോടുള്ള മധ്യസ്ഥം പ്രാധാന്യം കൊടുക്കാൻ, ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, പാപങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട്, അവൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയാകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു കാര്യം ഓർക്കുകയാണ്, ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രസക്തി. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് 1992 ഞാനൊരു പഴയ വീട് വാങ്ങി, വാർലടച്ചു, ചാരഷാപ്പ് അടച്ചു, ഒരുപാട് ലോണ്, കടബാധ്യത, വാഹനമെല്ലാം വിറ്റു, കടബാധ്യത തീരുന്നില്ല, 4-5 വണ്ടിയെല്ലാം വിറ്റു, ഒരുപാട് കഷ്ടപ്പെട്ടു, 5-6 വർഷം അങ്ങനെ കഷ്ടപ്പെടുക. നല്ല ഷർട്ട് മേടിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഞാൻ സാരമില്ല, പള്ളിയിലോട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ ആൾക്കാർ കളിയാക്കുക, എന്താ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, നടന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാലഘട്ടത്തിൽ എൻ്റെ ഒരു സ്ഥലം വിൽക്കാനും ഒരു പഴയ വീട് വാങ്ങാനും ഇടവന്നു. ഈ പഴയ വീട് ഞാനന്ന് 35 വയസ്സ് പ്രായം, 70 വർഷം പഴക്കമുള്ള വീടാണ് വാങ്ങുന്നത്. ഈ വീട് ഒരുപാട് കാലം അടഞ്ഞു കിടന്നു, അന്ധകാരത്തിൻ്റെ വീട്, ഒരുപാട് അസ്വസ്ഥതയുള്ള വീട്, ഒരുപാട് പാപങ്ങൾ അരങ്ങേറിയ വീടെന്ന് അതിനെപ്പറ്റി പറയുക.
ഞാൻ വീടിന് അഡ്വാൻസ് കൊടുത്തു. ആൾക്കാരെല്ലാം പറഞ്ഞു ആ വീടിന് അഡ്വാൻസ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആ വീട് വാങ്ങരുത്, ആ വീട് വാങ്ങരുത്, അത് തിന്മയുടെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എനിക്ക് ഭയമില്ല. പ്രിയ സഹോദരാ സഹോദരി, ഞാൻ ആ വീട് വാങ്ങി റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞു, താമസം തുടങ്ങി. അധികം താമസിച്ചില്ല, ചില ദുഷ്ടശക്തികൾ എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, ആ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില നായ്ക്കൾ, പട്ടികൾ ഈ വീടിൻ്റെ മുറ്റത്തൊന്ന് കിടക്കുക. ഞാൻ കല്ലെടുത്തെറിയുമ്പോൾ പട്ടി ഓടും, ഇല്ലാത്തപ്പോൾ പട്ടി എൻ്റെ മക്കളെ ഓടിക്കുക. എൻ്റെ ഭാര്യ പറഞ്ഞു ഇത് പിശാചിൻ്റെ ആക്രമണം, ഇവിടെ കിടക്കാൻ പറ്റില്ല, വീട് വിൽക്കാം, വീട് മാറാം. ആ സമയത്താണ് പ്രശസ്ത ധ്യാനഗുരു, ലോകപ്രശസ്ത ധ്യാനഗുരു, 10,000 യേശുവിലേക്ക് നയിച്ച സുപ്രസിദ്ധ ധ്യാനഗുരുവായ ജെയിംസ് മഞ്ഞാക്കൽ ചവിടേക്ക് കടന്നു വരിക. ജെയിംസ് മഞ്ഞാക്കൽ ചവിടി ഞാൻ പറഞ്ഞു, അച്ഛാ ഈ വീട് ഇതാ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അച്ഛാ, ഇതാ ഭയങ്കര ശല്യം വെച്ചാ പട്ടികളിൽ, ഞാൻ മടുത്തച്ഛാ, എന്ത് ചെയ്യണം വെച്ചാ? അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛാ നിനക്ക് വിശ്വാസ പ്രമാണം അറിയാമോ? വിശ്വാസ പ്രമാണം അറിയാച്ചാ? അങ്ങനെ അറിഞ്ഞാൽ പോരാ, നീ തത്തമ്മേ പൂച്ചെന്ന് പറഞ്ഞാൽ പോരാ. വിശ്വാസ പ്രമാണത്തിൽ സഭ നമുക്ക് തരുന്ന നമ്മുടെ വിശ്വാസം 17 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഈ വ്യക്തമായി നീ ബോധ്യപ്പെടുന്നെങ്കിൽ, അത് വിശ്വസിക്കുന്നതിൽ നമുക്കവിടെ ഏറ്റുമില്ല, നിനക്ക് അത്ഭുതം കാണാൻ സാധിക്കും. ആ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഞങ്ങൾ 5-6 പേര് ഒരുമിച്ച് കരമുയർത്തി 2 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. വളരെ ശക്തമായി, ബോധ്യത്തോടെ, വളരെ സ്വരത്തിൽ കരങ്ങൾ ഉയർത്തി ഏറ്റുചൊല്ലി. അച്ഛൻ പ്രാർത്ഥിച്ചു. ആ അച്ഛൻ അതിനുശേഷം അച്ഛനോട് പോയെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അത്ഭുതം കാണുകയാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2 പട്ടികൾ ചത്ത് കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്നാണ് വചനത്തിൻ്റെ പ്രസക്തി, വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തി, സാത്താൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ വിശ്വാസ പ്രമാണ ശക്തി ഞാൻ ബോധ്യപ്പെട്ടു. റോമാലേഖനം 10-ാം അധ്യായം 9-10 പറയുന്നില്ലേ, യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയും, ദൈവമനെ മരിച്ചവരെ ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ അത്ഭുതം കാണും, നീ രക്ഷ പ്രാപിക്കും, വിടുതൽ ലഭിക്കും, സാത്താൻ നെട്ടോട്ടം പോടും. പ്രിയപ്പെട്ടവരെ, സാത്താൻ നെട്ടോട്ടം പോടുന്ന പ്രാർത്ഥനയാണ്. നീ ഇന്ന് അന്ധകാരത്തിലാണോ? നീ ഇന്ന് പാപപ്രലോഭത്തിലാകപ്പെട്ട വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ള ഘട്ടമാണോ? നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ രോഗങ്ങൾ നിന്നെ വീണ്ടും അലട്ടുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ ഈ ദാസൻ പറയുകയാണ്, നീ നിന്റെ ദൈവത്തെ ഏറ്റു പറയുക, നിന്റെ അതരം കൊണ്ട് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ. യേശു നാമത്തിൻ്റെ ശക്തി നിനക്ക് അറിയാമെങ്കിൽ ഇതാ യേശു സംഭവം മുഴുവൻ, ദൈവത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ക്രോഡീകരിക്കുന്ന ആ വിശ്വാസ പ്രമാണം നീ വിശ്വാസത്തോടെ ചൊല്ലൂ. നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ സാധിക്കും. സാത്താൻ നെട്ടോട്ടം പോടുന്ന, പൊട്ടിത്തകരുന്ന കാഴ്ച നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നീ വിശ്വാസ പ്രമാണത്തെ വിശ്വസിക്കണം? നീ എന്തുകൊണ്ട് വിശ്വാസ പ്രമാണത്തെ വിശ്വസിക്കണം? ഇതാ വിശ്വാസ പ്രമാണം പറയുന്ന കാര്യം ഇതാണ്. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യം അതാ, യേശു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം തൻ്റെ മകനെ യേശുവിനെ ഇവിടേക്ക് അയച്ചത് മതം സൃഷ്ടിക്കാനല്ല, മതസ്ഥാപകനല്ല. യേശു മതസ്ഥാപകനല്ല. ഇതാ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരായിരിക്കാം, പക്ഷേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയല്ല. ഈ കേരളത്തിലുള്ള സകലരുടെയും, വോട്ട് ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും സകല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ പോലെ, പിതാവായ ദൈവം തൻ്റെ മകനെ, തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇവിടെ കുറച്ച് പേരെ സംഘടിപ്പിക്കാനല്ല, മതം സ്ഥാപിക്കാനല്ല. അതാ യേശു കുരിശിൽ പിടഞ്ഞ് മരിച്ച് ഈ ലോകത്തുള്ള സകലരെയും, പാപികളെയും രോഗികളെയും എല്ലാ മതവിശ്വാസികളെയും എല്ലാവരെയും സ്വന്തമാക്കാനാ, വിശുദ്ധീകരിക്കാനാ, സ്വർഗത്തിന് അവകാശികളാക്കാനാ. പ്രിയ സഹോദര സഹോദരി, യേശു സ്ഥാപിച്ച സഭയാ. സഭ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മ എന്ന് അർത്ഥമുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ ഒരു ബോധ്യത്തോടെ ആ സഭയോട് ചേർന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തുള്ള എല്ലാവരും യേശുവിനെ അറിയും. അല്ലാതെ മതത്തിൽ ആളെ കൂട്ടാനുള്ള താല്പര്യത്തിൽ എത്ര പേര് മതത്തിന് കൂടി? ആ ചിന്ത പൊട്ട ചിന്തയാണ്. ആ ചിന്തയാണ് ഇന്ന് സഭയെ പീഡിപ്പിക്കുന്നത്. ആ ചിന്തയാണെന്ന് ലോകത്തിൽ മനുഷ്യൻ രക്ഷയിലേക്ക് വരാതിരിക്കാനുള്ള ഏക കാരണം. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ തർക്കം കൂടാൻ കാരണം എന്താ? പാർട്ടിക്ക് വേണ്ടി ആളെ പിടിക്കുന്നു, ഈ തർക്കമാണ്. പക്ഷേ യേശുവിന് വേണ്ടി ആരെ ആളെ പിടിക്കണ്ട, യേശുവിന് വേണ്ടി ആളെ കൂട്ടണ്ട. യേശു താമസിച്ച രക്ഷയിലേക്ക്, സ്വർഗത്തിന് വേണ്ടി അവകാശികളാക്കൂ. അവൻ വിശ്വസിക്കേണ്ടത് യേശു ദൈവമാണെന്ന് മാത്രം, യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്ന് മാത്രം. ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് വേണ്ട ക്രമീകരണങ്ങൾ, വേണ്ട ബോധ്യങ്ങൾ നൽകി അവനെ അനുഗ്രഹിക്കും, നമ്മളെ അനുഗ്രഹിക്കും. അതാണ് യഥാർത്ഥ സുവിശേഷ വേല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണവനാ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു മതം സ്ഥാപിക്കാനല്ല, മറിച്ച് ലോകത്തുള്ള സകലരുടെയും പാപത്തിന് പരിഹാരം ചെയ്യാനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈശോയെ, യേശു ഈ ലോകത്ത് ചെയ്ത വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അവയിലൂടെ വിശ്വാസം കൊടുത്ത് ജനത്തെ മുഴുവൻ അവിടുന്ന് വിശുദ്ധിയിലേക്കും സ്വർഗത്തിലേക്കും ക്ഷണിച്ചല്ലോ.
ഈശോയെ, അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശാലോം ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള സകലരുടെയും ഭവനങ്ങളിലേക്ക് ദൈവ തിരുവചനം എത്തിക്കുവാൻ അങ്ങേറ്റെടുത്ത ഈ ശാലോം ടെലിവിഷനെ ഓർത്ത് നന്ദി പറയുന്നു. പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ഇതിലൂടെ രക്ഷയിലേക്ക്, വിശുദ്ധിയിലേക്ക്, വിശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരുന്നതിനായി നന്ദി പറഞ്ഞ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും പുത്തൻ ബുദ്ധി കൊടുത്ത്, നിത്യജീവൻ്റെ അറിവ് കൊടുത്ത്, സ്വർഗത്തിൻ്റെ പ്രത്യാശ കൊടുത്ത്, വിശുദ്ധിയോടെ ജീവിക്കാൻ യേശുവിൻ്റെ സൗജന്യ പാപക്ഷമ അത് സ്വീകരിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപയും വരവും കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.